വലിയ ക്രൂരമായ ഒരു കൊലപാതകം അങ്ങ് യമനിൽ ഒരു സഹോദരി മലയാളിയായ ഒരു യുവതി നടത്തുകയുണ്ടായി. ജോലി ആവശ്യാർത്ഥം യമനിലെത്തിയ ആ സഹോദരി അവർ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയ തലാൽ എന്ന് പറയുന്ന യമൻ യുവാവുമായി പ്രണയം അഭിനയിക്കുകയും അവസാനം താൻ തന്റെ പ്രാണനെ അല്ലെങ്കിൽ തന്റെ പ്രേമഭാജനത്തെ സ്വീകരിക്കുവാൻ ഭരിക്കുവാൻ മതം മാറിയതായി അഭിനയിക്കുകയും യമനിൽ തന്റെ കച്ചവടവും തന്റെ ബിസിനസ്സും വളർത്തിയെടുക്കുവാൻ വേണ്ടി ഗൂഢോദ്ദേശത്തോടുകൂടി വിവാഹിതയായിരുന്ന ആ പെണ്ണ് തലാലിനോടൊപ്പം ജീവിതം ആരംഭിക്കുകയും അതിന് കുറച്ചു നാളുകൾക്ക് ശേഷം തന്റെ ഉദ്ദേശ്യങ്ങൾ ബിസിനസ്സുകൾ തരപ്പെട്ടതിനു ശേഷം തലാലിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ നടത്തുകയും അവസാനം അതിന് അദ്ദേഹം വിസമ്മതിച്ച ഘട്ടത്തിൽ ക്ലിനിക്കിൽ വൈദ്യരംഗത്ത് പ്രാവീണ്യമുണ്ടായിരുന്ന ആ പെണ്ണ് തലാലിനെ അനസ്തേഷ്യ കൊടുത്ത് ക്രൂരമായി 110 കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് ചാക്കിൽ കെട്ടി ആ മയ്യത്ത് കൊണ്ടുവന്ന് അവിടെ ജനങ്ങൾ കുടിക്കുന്ന വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് മലിനമായ വെള്ളം ദിവസങ്ങളോളം ആ ഫ്ളാറ്റിലെ മനുഷ്യർ കുടിച്ച് അവസാനം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താനൊരു അഭയാർത്ഥിയായി അഭിനയിച്ച് UN അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടി അവസാനം അവിടുത്തെ കണ്ണു പരിശോധനയിൽ ഇത് ആ കൊടും ക്രിമിനലായ നിമിഷയാണ് എന്ന് തിരിച്ചറിഞ്ഞ് യമൻ കോടതിയിൽ കൊണ്ടുവരികയും വർഷങ്ങളോളം നീണ്ട വിചാരണയ്ക്കു ശേഷം വധശിക്ഷ വിധിക്കുകയും ചെയ്തു. ക്രൂരമായി കൊലപാതകം ചെയ്ത ആ യുവതിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടണം എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ മീഡിയകൾ അക്കാലഘട്ടത്തിൽ കുറെ കമന്റുകൾ എഴുതുകയുണ്ടായി. എന്തായിരുന്നു ആ കമന്റിൽ ഉണ്ടായിരുന്നത്? പ്രാകൃതരായ കുറെ മനുഷ്യർ, കാലമിത്ര പുരോഗമിച്ചിട്ടും പ്രാകൃതമായ വധശിക്ഷകൾ വിധിക്കുന്ന നാട്, ഈ രൂപത്തിൽ വലിയൊരു നാടിനെയും അവിടുത്തെ ശിക്ഷാവിധികളെയും കുറ്റപ്പെടുത്തിയിരുന്ന മനുഷ്യർ തന്നെയാണ് ഇന്ന് ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്ന് കണ്ടപ്പോ ഇത്തരം ക്രിമിനലുകളെ കൊല്ലാനുള്ള വകുപ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നത്. ഇതാണ് മോബോക്രസി അവിടെ രൂപപ്പെടുന്ന സൈക്കോളജി, ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ചിന്തകൾ, അഥവാ നമ്മുടേതാകുമ്പോൾ ഒന്നും, വേറുള്ളതാകുമ്പോൾ മറ്റൊന്നും, മറ്റൊരു രാജ്യത്താകുമ്പോൾ വേറൊന്നും, പ്രത്യേകിച്ചത് ഇസ്ലാമികമാകുമ്പോൾ അത് പ്രാകൃതമായി, അത് മോശമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരുതരം രോഗം നമ്മുടെ സമൂഹത്തിനിടയിൽ വ്യാപകമായി വളർന്നു വലുതായി. പ്രത്യേകിച്ച് മീഡിയകൾ. യമനിൽ ഒരു ശിക്ഷാവിധി നടപ്പാക്കുമ്പോ ആ രാജ്യം ട്രൈബുകളുടെ രാജ്യമാണ്, ഗോത്രവർഗമാണ്, പുരോഗമിച്ചിട്ടില്ലാത്ത നാടാണ്, ഇന്നും 6-ാം നൂറ്റാണ്ടിൽ ആണ് കഴിയുന്നത് എന്ന് പറയുകയും ആക്ഷേപിക്കുകയും ആ നാടിനെയും ആ നാട്ടുകാരെയും അവിടുത്തെ ശിക്ഷാവിധികളെയും നിയമങ്ങളെയും മുഴുവനും ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ചെറുതാക്കി കാണിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം, അതിനുവേണ്ടി മീഡിയകൾ മത്സരിക്കുകയായിരുന്നു. ഈ മത്സരത്തിൽ അവരുടെ പ്രചണ്ഡമായ പ്രചാരവേലകളിൽ അകപ്പെട്ടു പോകുന്നു മുസ്ലിം ഉമ്മത്ത്. അവരുടെ നിലപാടുകൾ സ്വീകരിക്കുന്നത്, ഇന്നത്തെ ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചാൽ, അവർ ദീൻ ഉൾക്കൊള്ളുന്നതും അവർ സാമൂഹികമായ താളങ്ങളെ ഉൾക്കൊള്ളുന്നതും അവരുടെ ചിന്തകളെ ഉൾക്കൊള്ളുന്നതും ഇത്തരം മീഡിയകളുടെ പ്രചാരവേലകളിൽ പെട്ടുകൊണ്ടാണ്. ഭൂരിപക്ഷം എന്ത് പറയുന്നു, ആളുകൾ എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചിട്ടാണ്. ആളുകൾക്ക് ഒപ്പിച്ച് പറയുകയാണ്. മുസ്ലിം നാമധാരികൾ പോലും, സാധാരണക്കാരൻ പോകട്ടെ, വലിയ വലിയ ഉലമാക്കന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ പോലും ഇത്തരം പ്രചാരണവേലയിൽ ഉൾപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് അവരുടെ സംസാരമോ അള്ളാഹുവിന്റെ ഖുർആനെതിരായി മാറുകയാണ്, ഹദീസുകൾക്കെതിരായി മാറുകയാണ്, ദീനിന്റെ താല്പര്യങ്ങൾക്കെതിരായി മാറുകയാണ്.